ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോളെ മുഖമല്ലാതിരിക്കുന്നേ? സന്തോഷത്തോടെ ശിവനെ ഭജിക്കേണ്ട രാത്രി ഏത്? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? എനിക്ക് ഉണ്ടെങ്കിൽ വെറുതെ എടുക്കണമെന്നില്ല. അതല്ല ഗൂഗിൾ, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മനസ്സിൽ വരുന്നത് സച്ചിയുടെ അമ്മയുടെ കരയുന്ന മുഖം. ഇവളിനി എത്ര കെഞ്ചി പറഞ്ഞാലും അവനെ കുറിച്ചുള്ള എന്റെ ധാരണ മാറാൻ പോകുന്നില്ല. നമുക്ക് ഇവക്ക് വേണ്ടി വേറെ ഏതെങ്കിലും നല്ല ചെക്കനെ ആലോചിക്കാം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്റെ ശത്രുവൊന്നുമല്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണം തന്നെ എന്റെ ആഗ്രഹം. രാജീവ് ചതിയനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാവും. അന്ന് നീ ഒരു പടുകുഴിയിലാണ് വീണിരിക്കുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഇപ്പോ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് എനിക്കത് തടയാൻ പരമാവധി നോക്കാൻ പറ്റും. അത് ചെയ്യേണ്ടത് ഒരു സഹോദരൻ എന്ന നിലയിൽ എന്റെ കടമയാ. സഹോദരിയുടെ കല്യാണം മുടക്കുന്നതല്ല, നടത്തി കൊടുക്കുന്നതാ സഹോദരന്റെ കടമ. ഇത് കാരണം ഈ കുടുംബത്തിന് അതൊരു പ്രശ്നം ഉണ്ടാവരുത് ഗൂഗിൾ. ശിശിരേച്ചിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ചേച്ചി ജീവിക്കട്ടെ. ജീവിച്ചോട്ടെ, പക്ഷേ അത് എന്റെ സമൂഹത്തിൽ നടക്കില്ല. എടി, അവൻ പറയുന്നതില് എന്തെങ്കിലും കാര്യം കാണും. ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. പറയണ്ട, പക്ഷെ ഞാനൊരു തീരുമാനം എടുക്കും. പിന്നെ ആരും എന്നെ കുറ്റം പറയരുത്. അങ്ങനെ തീരുമാനം എടുത്താലേ നീ പിന്നെ ആ വഴിക്കങ്ങ് പോയേക്കണം. അത് ഞാൻ തീരുമാനിച്ചോളാം. വെട്ടാൻ പോകുന്ന പോത്തിന്റെ ചെവിയിലെ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നറിയാം. നിന്റെ നന്മയെ കരുതി ആരെന്തു പറഞ്ഞാലും നിനക്കെല്ലാം തെറ്റായിട്ടേ തോന്നൂ. നിന്നോടുള്ള സ്നേഹക്കുറവായിട്ടേ തോന്നൂ. മോളെ, ചില കാര്യങ്ങൾ അനുഭവിച്ചാലേ പഠിക്കൂ. വരും വരായികൾ പറഞ്ഞു തരാനേ പറ്റൂ. അനുസരിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ മോൾ അതൊന്നും വകവെക്കില്ലല്ലോ. നിന്റെ ജീവിതം നീ തന്നെ തീരുമാനിക്കും. ജീവിതം എന്റെ അല്ലേ, അപ്പൊ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. ശിവരാത്രി വ്രതം എടുത്ത് പ്രാർത്ഥിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്നാ. നമുക്ക് വേറൊന്നും വേണ്ട. നാളെ അമ്മയ്ക്ക് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. അർച്ചനയിടത്തി ഉള്ളപ്പോഴായിരുന്നു ശരിക്കും ശിവരാത്രിയുടെ ഒരുക്കങ്ങള്. രാവിലെ മുതൽ തുടങ്ങും. ഒന്നും വേറെ ആരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കും. ശിവപാർവതിമാരെ പോലെയായിരുന്നു ശരിക്കും സച്ചേട്ടനും അർച്ചനയിടത്തി. എന്നിട്ട് അവരെന്തേ പരസ്പരം പിരിഞ്ഞുപോയി. ഇപ്പോഴും പാവ സച്ചേട്ടൻ അർച്ചനടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുവാണല്ലോ. മഹാദേവൻ വിചാരിച്ച ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ പറ്റില്ലേ? പാർവതി ദേവിക്ക് പോലും ശിവനെ പിരിയേണ്ടി വന്നിട്ടുണ്ടല്ലോ. അവര് വീണ്ടും ഒന്നു ചേർന്നു. അതുപോലെ സച്ചേട്ടനും അർച്ചനയിടത്തിയും എപ്പോഴെങ്കിലും ഒരുമിച്ച് ചേരുമായിരിക്കും. അർച്ചനടുത്ത് പോയതോടുകൂടി നമ്മുടെ വീട്ടിലെ എല്ലാ ഐശ്വര്യവും പോയി. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? അർച്ചനയിടത്ത് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഈ ദിവസം അമ്മയ്ക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചേനെ. നമ്മുടെ പ്രാർത്ഥന മഹാദേവൻ കേൾക്കാതിരിക്കില്ല.
എന്താ മോളെ മുഖമല്ലാതിരിക്കുന്നേ? സന്തോഷത്തോടെ ശിവനെ ഭജിക്കേണ്ട രാത്രി ഇത്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എനിക്ക്? ഉണ്ടെങ്കിൽ വെറുതെ എടുക്കണമെന്നില്ല. അതല്ല ഗൂഗിൾ, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മനസ്സിൽ വരുന്നത് സച്ചിയുടെ അമ്മയുടെ കരയുന്ന മുഖം. മറക്കാൻ പറ്റുന്നില്ല. നാളെയല്ലേ അവരുടെ ജാമ്യം പരിഗണിക്കുന്നത്. അതങ്ങനെ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും. പ്രാർത്ഥനയ്ക്കിടയിൽ മോളുടെ മനസ്സിലേക്ക് ആ മുഖം കടന്നു വന്നെങ്കിൽ മോൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്ക്. ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ഫലം കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ.